ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ഭഗവത് കൃപയും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് ഭാഗവതം കഴിഞ്ഞ ദിവസം വായിച്ചതിൻ്റെ ബാക്കി പരമേശ്വരനായ അതായത് പരമശിവനും ദക്ഷനും തമ്മിലുള്ള വിരോധങ്ങളും പിന്നെയോ ദക്ഷൻ്റെ യാഗമൊക്കെയാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. അത് എല്ലാം മുടങ്ങിക്കിടക്കുമല്ലേ. ദക്ഷൻ്റെ അഹങ്കാരം കൊണ്ട് പരമശിവനുമായിട്ടുള്ള വൈരാഗ്യം മൂത്ത് സതീദേവി അഗ്നിയിൽ എല്ലാം തരികടയായി. അങ്ങനെ എല്ലാവരും കൂടെ ചെന്ന് പരമശിവനെ പ്രാർത്ഥിച്ച് ഭഗവാൻ വന്ന് ദക്ഷന് തലയൊക്കെ അറുത്ത് ഈ തീക്കുണ്ടത്തിലിട്ടത് അപ്പോൾ അങ്ങനെ കിടക്കുമല്ലേ. അതിന് യവന പശു, അതായത് യാഗപശുവിൻ്റെ തല അവിടെ കിടന്നെടുത്ത് ഇദ്ദേഹത്തിൻ്റെ തലയിൽ വെച്ച് പിടിപ്പിച്ചു ദേവന്മാരെല്ലാവരും കൂടെ. അങ്ങനെ അദ്ദേഹത്തിന് അയാളുടെ ഉള്ളിലെ അഹങ്കാരമൊക്കെ പോയി അയാൾ ശുദ്ധനായി തീർന്ന് അങ്ങനെ ഭഗവാനുമിലൂടെ പ്രാർത്ഥിച്ച് നന്നായി എടുക്കുക. അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്തു? ദക്ഷനെ ജീവിച്ചുണർന്നതിന് ശേഷം മരിച്ച ദക്ഷൻ്റെ തലയൊക്കെ വെച്ച് പിടിപ്പിച്ച് അയാൾക്ക് സന്തോഷമായി, അയാളുടെ ഉള്ളിലെ അഹങ്കാരമൊക്കെ പോയി ഭക്തിയാ വണങ്ങി സ്തുതിച്ചാൻ പലവിധത്തിൽ പരമേശ്വരനെ പലവിധമായിട്ട് അയാൾ സ്തുതിച്ചു. അപ്പോഴോ ഭക്തപ്രിയനും പ്രസാദിച്ച് അരുളിനാൻ. പരമാത്മാവായ പരമശിവനും സന്തോഷമായിട്ട് അയാൾ അനുഗ്രഹിച്ചു. അപ്പോൾ അഖിലേശ്വര പ്രസാദത്തിനാൽ ഋത്വിക്കുകളോടും ആചാര്യഭൂതാദി വന്യഭിസാകം ആഹന്ത വിച്ഛിന്നമായി വന്നൊരു യജ്ഞകർമ്മത്തിനു കേവലം എല്ലാം വിച്ഛിന്നമായി പോയി, മുടങ്ങിപ്പോയി. യാഗങ്ങളെല്ലാം വലിച്ചുവാരി കളഞ്ഞില്ലേ. ഭൂതഗണങ്ങളെല്ലാം നാനാ ദിശയിലേക്ക് വാരി എറിഞ്ഞ് അതെല്ലാം പിന്നെ ഒന്നേന്ന് അവർ നടത്തുവാണ്. മുടങ്ങിപ്പോയ യാഗം അവർ പൂർത്തീകരിക്കണ്ടേ. അതിന് വന്നൊരു വിച്ഛിന്നമായി വന്ന മുടങ്ങിപ്പോയ യാഗം യജ്ഞകർമ്മത്തിനു കേവലം പിന്നെയും പ്രായച്ചിത്തം ചെയ്തു കൊടുക്കിനാനെന്നതിൽ വൈഷ്ണവമാ പുരോടാശകേ. ആ വൈഷ്ണവമായിരിക്കുന്നതാണ് അവർ പ്രാർത്ഥിച്ച ആ യഥാർത്ഥമായ ഭഗവാൻ അവിടെ ധ്യാനിച്ച് എല്ലാം വരുന്നതിന് മുമ്പ് ഇത് ചെയ്തു പോയി. അപ്പോൾ അവർ ഈ യാഗം വീണ്ടും തുടങ്ങിയപ്പോൾ വൈഷ്ണവമാ പുരോടാശകെ, ആ യാഗത്തിലെ ഹവിസ് കൽപ്പിച്ചത് അതിലേക്ക് യജമാനനാൽ അവിടെ ഇതിൻ്റെ കർമ്മം ചെയ്യുന്ന ആള് പരികൽപ്പിത ധ്യാനശക്തിയാ, അത്രമാത്രം ധ്യാനത്തിൽ ശക്തിപൂർവ്വമുള്ള തപസ് പോലുള്ള യാഗത്തിലെ ഭക്തിപൂർവ്വം എന്ത് വന്നു? ഭഗവാൻ നാരായണൻ ജഗന്നായകൻ കൽപ്പിത, അതായത് യജമാനനാൽ പരികൽപ്പിത ധ്യാന ശക്തിയാ ജഗന്നായകൻ വിഷ്ണു ഭഗവാൻ നാരായണൻ വിരിഞ്ചാതി വന്ദിതൻ, ബ്രഹ്മാവ് വന്ദിക്കുന്ന ഭഗവാൻ ഉഷ്ണേതരാംശു ദിവാകരലോചനൻ പത്മനാഭൻ പരമാത്മാ പരാപരൻ പത്മജാവല്ലഭൻ പത്മായുധൻ പരൻ വിശ്വംഭരൻ വൃഷവാഹന വന്ദിതൻ. വൃഷവാഹനാരാണ്? കാളയുടെ വാഹനമായിട്ട് വരുന്നത് പരമേശ്വരൻ വന്ദിക്കുന്ന ഭഗവാൻ നാരായണൻ അച്യുതൻ അവ്യയൻ അവ്യക്തൻ അദ്വയൻ നിഷ്കളൻ നിർഗുണൻ നിഷ്ക്രിയൻ നിർമ്മമൻ നിഷ്കളങ്കൻ നിരാതങ്കൻ നിരുപമൻ നിഷ്കാരണൻ നിഗമാന്തവേദ്യാത്മകൻ നിഷ്കിഞ്ചനപ്രിയൻ നിത്യൻ നിരാമയൻ നിർമ്മലൻ നിർവികൽപ്പൻ നിരുപാശ്രയൻ സന്മയൻ സർവസാക്ഷീശൻ സനാതനൻ കൽമഷനാശനൻ കർമ്മധർമാത്മകൻ ചിന്മയൻ ശില്പുമാൻ ആത്മാ ശിവാനന്ദൻ. ചിന്മയൻ ശില്പുമാനാണ്, ആത്മാ ശിവ ആനന്ദനാണ്. നമ്മളിലെല്ലാം ഇരിക്കുന്ന ആ മംഗളസ്വരൂപനായിരിക്കുന്ന ആത്മാ ആനന്ദനാണ്. അങ്ങനെയുള്ള ചിന്മയൻ ശില്പുമാൻ ആത്മാ ശിവാനന്ദൻ തന്നെ സുവർണ അദ്രിമേൽ അസിതാംബുജം മിന്നൽ പിണർനിര മിന്നി നിൽക്കും വണ്ണം. എങ്ങനെയാ? സുവർണ അദ്രിമേൽ അസിതാംബുജം മിന്നൽ പിണർനിര മിന്നി നിൽക്കും വണ്ണം പന്നകാരാതി
വികളസ്തനായ അഞ്ജസ വന്നു നിന്നിടിനാൻ ഇന്ദിര നിഭൻ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. അപ്പോൾ ഭഗവാൻ അവിടെ അവതരിച്ചു, അവിടെ പ്രത്യക്ഷമായി നാരായണൻ. എങ്ങനെയാ? സൂര്യ ആയുധപ്രഭയാ വിളങ്ങിയിടിന. 10,000 സൂര്യൻ ഒന്നിച്ചു നിന്നാൽ എത്ര പ്രഭയാ. അതുപോലെ സൂര്യ ആയുധ പ്രഭയ, അത്രത്തോളം പ്രഭയോടുകൂടി 10,000 സൂര്യൻ ഉദിച്ച പ്രഭയോടുകൂടി സൂര്യായുധപ്രഭയാ വിളങ്ങിയിടിന. ചാരു കിരീടവും കുണ്ടല ശോഭയും, ഇതെല്ലാം ഭഗവാന്റെ ആഭരണങ്ങളെല്ലാം അതോടുകൂടിയാണ് വന്നേക്കുന്നത്. പീതാംബരാഭയും നാഭി സരോജവും ധാതൃനിവാസവും കൗസ്തുഭമാലയും ശ്രീവത്സവക്ഷസം കണ്ഠദേശാഭയും ഗ്രീവാസു ശോഭയും ലക്ഷ്മീകരാഭയും തൃക്കൈകളെട്ടും തിരുവായുധങ്ങളും ഒക്കെ തെളിവോട് കാണായിതന്തികേ. ഭഗവാൻ തന്നെ പ്രത്യക്ഷമായപ്പോൾ ഇതെല്ലാം ഉണ്ട്. ഭഗവാന്റെ മൊത്തം ചേർന്ന് നിൽക്കുന്ന ഭഗവാൻ, ഇതോടുകൂടി നിൽക്കുന്ന പ്രഭയോട് 10,000 സൂര്യൻ്റെ പ്രഭയോട് ഈ ആഭരണങ്ങളും കിരീടങ്ങളും അങ്ങനെയുള്ള രീതി വന്നു നിന്നു. അന്തികേ വന്നു നിന്ന് ഈ പിന്നെ യാഗം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും പ്രാർത്ഥിച്ച് നന്നായി മുടങ്ങിയ യാഗമെല്ലാം നന്നായി ചെയ്തുള്ള സമയത്താണ് ഭഗവാനുടെ പ്രത്യക്ഷമായത് നാരായണൻ. പ്രത്യക്ഷനായി അഖിലേശനെ കണ്ടുടൻ. അങ്ങനെ ഈ ഭഗവാനെ കണ്ടപ്പോൾ മത്സരാദി ഭ്രമം തീർന്നോരു ദക്ഷൻ്റെ ഉള്ളിലെ മത്സരങ്ങളും വേണ്ട മിഥ്യായ മുറ ദുർവിചാരങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. പരമേശ്വരൻ വേറെ ആരാണ്ടാണ്, അദ്ദേഹത്തിനെ കണ്ടുകൂടാതെ ഇങ്ങനെയൊക്കെ ഉള്ളൊരു ഇതുണ്ട്, അതൊക്കെ അങ്ങ് മാറി. അങ്ങനെ മത്സരാദി ഭ്രമം തീർന്നൊരു ദക്ഷനും ഭൃത്യരും ഋത്തിക്കുകൾ പരികർമ്മികൾ അത്യന്ത ഭക്തിയാ സദസ്യാദി സർവരും ദിക്പാലരും യജമാനാദി ഭൂസുരമുഖ്യ ഋഷികൾ ആമരമുനികളും സിദ്ധരും സാധ്യരും വിദ്യാധരൗഘവും രുദ്രർ വസുക്കൾ പിതൃക്കൾ മരുത്തുകൾ യക്ഷ അപ്സര ചാരണോ ഉരക കിന്നര രക്ഷോഗണങ്ങളും ഗന്ധർവ സംഘവും പ്രേത പിശാച വേതാളഗണങ്ങളും ഭൂതാവലി മുതലായവരേവരും ഭക്തിയാ ജഗന്നായകനെ തൊഴുത് കൊണ്ട് ഒക്കെ സ്തുതിച്ചു നിന്നിടിനാരന്തിക്കേ. ഇവരൊക്കെ ഉണ്ട്. എന്തെല്ലാം അവിടെ പറഞ്ഞത്? ദിക്പാലരും, അത് ഇന്ദ്രൻ, അഗ്നി, യമൻ, നിരുതി, വരുണൻ, മരുത്ത്, കുബേരൻ, ശിവൻ, മധു, ഇതെല്ലാം എന്തെല്ലാം ഉണ്ടോ അവരെല്ലാം ഉണ്ട്. എല്ലാവരും ഭഗവാനെ സ്തുതിച്ചു. അടുത്തു നിന്ന് ഭഗവാൻ നാരായണനെ പരമശിവനും ബ്രഹ്മാവും എന്ന് വേണ്ട അവിടെ ആരൊക്കെ ഉണ്ടോ അവരെല്ലാവരും ഭഗവാൻ ഇത്രയും ഭംഗിയോട് തിളങ്ങി നിൽക്കുന്ന നാരായണനെ സ്തുതിച്ച് അടുക്ക നിൽക്കുന്നു. തൽക്ഷണം ബ്രഹ്മനും ഈശ്വരനും പദയുഗ്മം നമസ്കരിച്ച് അങ്ങെഴുന്നേറ്റുടൻ ഇങ്ങനെ പ്രത്യക്ഷനായി നിന്നപ്പോൾ പെട്ടെന്ന് തന്നെ ബ്രഹ്മാവും പരമേശ്വരനോടുണ്ടല്ലോ, അവർ പെട്ടെന്ന് തന്നെ ഭഗവാനെ പെട്ടെന്ന് എഴുന്നേറ്റ് നമസ്കരിച്ച് 2 പാദത്തിലും പദയുഗ്മം രണ്ട് പാദങ്ങളിലും നമസ്കരിച്ചു. ബ്രഹ്മാവും പരമേശ്വരൻ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് ചെയ്തു. ഹസ്താഞ്ജലിയോടുകൂടെ തൊഴുതുകൊണ്ട് ഇതെല്ലാം ചെയ്തിട്ട് കൂടെ എന്താ വേദാന്ത സാരാർത്ഥ പദ വ്യക്തികളാൽ സ്തുതിക്കുമ്പോൾ ഭഗവാനെ പല പല വാക്കുകൾ കൊണ്ടാണ് പല പല നാമങ്ങളോടെയാണ് അവിടെ സ്തുതിക്കുന്നത്. എന്നിട്ടോ വിശ്വംഭരൻ അവരെ കടാക്ഷിച്ചുകൊണ്ട് ഉൾച്ചേരും ആദികളെല്ലാം ഒഴിച്ചുടൻ ഭഗവാൻ എപ്പോഴെന്ത് ചെയ്ത് കടാക്ഷിച്ചുകൊണ്ട് എല്ലാ ആദികളെല്ലാം ഒഴിച്ച് ശശ്വൽ പരബ്രഹ്മമൂർത്തി സനാതനനച്യുതൻ അംബുജ സംഭവൻ തന്നെയും രുദ്രനെയും പരിചോട് സംഭാവിച്ചു. അപ്പം ഭഗവാൻ എന്ത് ചെയ്തു? അവർ അകമഴിഞ്ഞ ഭക്തിയോടുകൂടി നിന്നപ്പോൾ നാരായണൻ പരബ്രഹ്മമൂർത്തി സനാതനൻ അച്യുതൻ അംബുജ സംഭവൻ തന്നെയും രുദ്രനെയും ബ്രഹ്മാവിനെയും പരമശിവനെയും എന്തു പറഞ്ഞു? പരിചോട് സംഭാവിച്ച് ഭദ്രപ്രദൻ മന്ദഹാസപുരസരം സർവജനങ്ങളും കേൾക്കുമാറ് ആദരാൽ ഉർവരാ നായകൻ ദശപ്രജാപതി തന്നെ വിളിച്ചാനെടോ ചതുരാനന നന്ദനാകിയ ദശപ്രജാപതേ. അപ്പം ഭഗവാൻ എന്ത് ചെയ്തു? രുദ്രനെയും പരമേശ്വരനെയും കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ പ്രജാപതി ദക്ഷനെ ഭഗവാൻ നാരായണൻ വിളിച്ചു.
സർവ്വജനങ്ങളും എല്ലാം അവിടെ നിൽക്കുന്ന ആരൊക്കെ ഉണ്ടോ എല്ലാവരും കേൾക്കുക, അതിനപ്പുറത്തുള്ളവരും കേൾക്കും, കാരണം അത്ര ഉറക്കുക. സർവ്വജനങ്ങളും കേൾക്കുമാറ് ആദരാൽ, നന്നായിട്ട് ആദരവോട് തന്നെയാണ് വിളിച്ചത്, ദേഷിച്ചൊന്നുമല്ല. ആദരാൽ ഉർവരാ നായകൻ, അത് ഭൂമിയുടെ എല്ലാ പ്രജകളിൻ്റെ നായകനാണല്ലോ ദക്ഷൻ. അതുകൊണ്ട് അങ്ങനെയുള്ള ഉർവരാ നായകൻ ദക്ഷ പ്രജാപതി തന്നെ വിളിച്ചാൻ. എടോ ചതുരാനന നന്ദനാകിയ ദക്ഷ പ്രജാപതേ, വന്നാലും ഇങ്ങരികത്ത് എൻ്റെ അടുക്കലേക്ക് വരൂ. വന്നാലും ദക്ഷ പ്രജാപതേ, താങ്കൾ എൻ്റെ അടുക്കലേക്ക് വരൂ. വന്നാലും മൽവാണികൾ, എൻ്റെ വാക്കുകൾ ദുർനയമെല്ലാം കളഞ്ഞു കേട്ടിടുക. നിൻ്റെ ഉള്ളിലെ ദുർനയം, നിൻ്റെ മിഥ്യാ വിചാരങ്ങൾ, വേണ്ടാത്തരങ്ങൾ, അഹങ്കാരങ്ങൾ, ഇതെല്ലാം മാറ്റി, അഹങ്കാരത്തെ മാറ്റി എൻ്റെ വാക്കുകൾ നീ കേൾക്കൂ. അതുകൊണ്ട് നിൻ്റെ ദുർനയം, നിൻ്റെ വേണ്ടാത്ത, അതായത് കുറച്ച് ഈഗോ ഉണ്ട്, ഇതൊക്കെ മാറ്റി ഞാൻ പറയുന്നത് കേൾക്കൂ. ഞാനെന്ന ഭാവം അകലെ കളഞ്ഞു നീ. ഇത് നമുക്ക് പഠിക്കാനാണ്, അത് നമ്മൾ ഓർക്കണം. ഇതിവിടെ അദ്ദേഹത്തിന് കൊടുക്കുന്നത് ഇപ്പം നമ്മൾ വായിക്കുന്നത് എന്തിനാ? അയാൾ അവിടെ കഴിഞ്ഞ് പോയി. ഇപ്പം ഇവിടെ നമ്മളാണ് ഇവിടെ ദക്ഷൻ. അഹങ്കാരികളായ ദക്ഷന്മാരെല്ലാം നമ്മൾ തന്നെയാണ്, നമുക്ക് പഠിക്കാനായത്. അപ്പോൾ ഞാനെന്ന അഹങ്കാരം, ഞാനെന്ന ഭാവം അകലെ കളഞ്ഞു നീ. താൻ ആത്മസന്നിധി ചേർന്നു നിരന്തരം. നിൻ്റെ ആത്മാസന്നിധി, നിനക്ക് തന്നെ നിൻ്റെ ഉള്ളിൽ ഒരു ആത്മസന്നിധിയുണ്ട്, ഒരു ഇടമുണ്ട്, ഒരു ആത്മാവിരിക്കുന്ന ഒരു മണ്ഡലമുണ്ട്, ഒരു എന്താ പറയുക, ക്ഷേത്രമുണ്ട്. അവിടെ ചേർന്ന് നിരന്തരം തന്നെ ആത്മസന്നിധി അത് വേറെ എങ്ങും പോയി ചേരാനല്ല ഭഗവാൻ പറഞ്ഞത്. ഇന്ന അമ്പലത്തിലോ മറ്റിടത്തോ എവിടെങ്ങും പോകാനല്ല ഭഗവാൻ പറഞ്ഞു. തന്നെ ആത്മസന്നിധി, നിൻ്റെ ഇരിക്കുന്ന ഒരു ആത്മാവിരിക്കുന്ന ഒരു സന്നിധിയുണ്ട്, ഒരു സ്ഥാനമുണ്ട്. അവിടെ ചേർന്ന് നിരന്തരം മത്സരാദ്യങ്ങളാം ദോഷങ്ങളെ ത്യജിച്ച് ഉൾത്താരിൽ ആനന്ദം ഉൾക്കൊണ്ട്, അങ്ങനെ നിൻ്റെ സന്നിധി ചേരുമ്പോൾ നിനക്ക് ആനന്ദം ഉണ്ടാകും. അത് ആനന്ദം ഉൾക്കൊണ്ട് അനാരതം മിഥ്യാവിചാര ഭ്രമങ്ങൾ ഒഴിഞ്ഞ് തൽ സത്യസ്വരൂപത്തെ വിശ്വസിച്ച്, ആ സ്വരൂപം, സത്യമായിരിക്കുന്ന സ്വരൂപമുണ്ട്, ഒരു ആത്മചൈതന്യമായിരിക്കുന്ന ആ സ്വരൂപം നിൻ്റെ ഉള്ളത്തിൽ തന്നെ ഉണ്ട്. പരമാനന്ദത്തിൽ നീ അവിടെ കണ്ട് ആനന്ദിക്കണം. നിൻ്റെ ദുർവിചാരങ്ങളെല്ലാം കളഞ്ഞ്, ഞാനെന്ന അഹങ്കാരം, നിൻ്റെ ഈഗോ ഒക്കെ കളഞ്ഞിട്ട് നീ, അതായത് മിഥ്യാവിചാരം, ഭ്രമങ്ങൾ, ഇതൊക്കെ കളഞ്ഞ് ഞാൻ വലുത്, അല്ലെങ്കിൽ ഭഗവാൻ നാരായണൻ വേറെയാണ്, പരമേശ്വരൻ വേറെയാണ് എന്നൊക്കെ ചിന്തിക്കാതെ എല്ലാവരെയും ഉൾക്കൊള്ളണം നീ. അങ്ങനെ നിൻ്റെ ഉള്ളിലെ അഹങ്കാരമൊക്കെ പോയിട്ട് മിഥ്യാവിചാര ഭ്രമങ്ങൾ ഒഴിഞ്ഞ് തൽ സത്യസ്വരൂപത്തെ, ആ സ്വരൂപം എന്താണ്? സത്യമാണ്, അത് ആനന്ദമാണ്, നിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അത് നീ ചേരൂ, നീ ആനന്ദം അവിടെ കണ്ടെത്തൂ. അതുകൊണ്ട് സത്യസ്വരൂപത്തെ വിശ്വസിച്ച് ആത്മനി ഭക്തിയാ പരബ്രഹ്മമണ്ഡലേ ഏകാന്ത സംസിക്ത സ്വയം ജ്യോതിരഗ്രേ ലയിക്ക നീ. അങ്ങനെ നീ തന്നെ നിന്നിൽ തന്നെ നീ ലയിക്കൂ. നിന്നിലിരിക്കുന്ന സ്വരൂപത്തെ നീ കാണൂ, നീ അതിൽ ചേരൂ. നിന്റെ അഹങ്കാരമൊക്കെ പോയാലേ അത് കിട്ടൂ. അതുകൊണ്ട് നീ ഭക്തിയാ സത്യസ്വരൂപത്തെ വിശ്വസിച്ചുകൊണ്ട് നീ നിൻ്റെ ഉള്ളത്തിൽ തന്നെ പരമാത്മാവിനെ, ആ ഭക്തിയാ അത്രത്തോളം ഭക്തിയോടുകൂടി പരബ്രഹ്മ മണ്ഡലേ, നിൻ്റെ ഉള്ളത്തിലിരിക്കുന്ന പരബ്രഹ്മം ഇരിക്കുന്ന ആ മണ്ഡലത്തിൽ ഏകാന്ത സംസിക്ത സ്വയം ജ്യോതിരഗ്രേ ലയിക്കുക. ആ സ്വയം നിന്നിരിക്കുന്ന ആ അഗ്രത്തിൽ, ആ നാസാഗ്രത്തിൽ, ആ മൂക്കിൻ്റെ രണ്ടു പുരികത്തിൻ്റെ മധ്യമായിരിക്കുന്ന ആ ഇടത്തിൽ നീ അവിടെ ധ്യാനിക്കൂ, അവിടെ ലയിക്കൂ. അഗ്രേ, അതാണ് അഗ്രം. സിക്ത സ്വയം, അതായത് ഏകാന്ത സംസിക്ത സ്വയം ജ്യോതിരഗ്രേ ലയിക്ക നീ. അവിടെ ലയിക്കുമ്പോൾ നിനക്ക് ആനന്ദം ഉണ്ടാകും. നിൻ്റെ ഉള്ളത്തിൽ അനുഭവപ്പെട്ട് നീ എന്ത് വേണം? നീ നിൻ്റെ ഉള്ളത്തിലെ ഞാനെന്ന ഭാവമൊക്കെ കളയണം. തൽ പരബ്രഹ്മണി ഇന്നു മായാവശാൽ ഉൽപ്പന്നരായ ജഗത്രയ ഗുണത്രയ രൂപികൾ. ഇവിടെ ആ പരമാത്മാവ്, ആ പരബ്രഹ്മമാണ്, നിന്നിൽ തന്നെ ഇരിക്കുന്ന ആ പരബ്രഹ്മം തന്നെയാണ് ഇവിടെ മായാവശാല് ഇവിടെ ഉൽപ്പന്നരായി. ആരാണ്? ഗുണത്രയം, 3 ഗുണങ്ങളോടുകൂടി വന്ന വിശ്വസ്രക്കും ഞാനും ഈശ്വരനും, അതായത് ബ്രഹ്മാവും ഞാനും, അതായത് നാരായണനും ഈശ്വരനും, അതായത് പരമശിവനും, മഹാവിശ്വസൃഷ്ടിസ്ഥിതി സംഹാര ലീലകൾ. ഈ കർമ്മങ്ങൾ, ഈ പ്രവൃത്തികൾ എന്താണ്? സൃഷ്ടി, സ്ഥിതി, ലയം.
ഇവിടെ ഈ ലോകം എല്ലാ ജീവജാലങ്ങളും സൃഷ്ടിക്കുന്ന ബ്രഹ്മാവും പിന്നെയോ അവരെ രക്ഷിക്കുന്ന ഞാനും നാരായണനും പിന്നെ സംഹരിക്കുന്ന പരമശിവനും. അതുകൊണ്ട് മഹാവിശ്വ സൃഷ്ടിസ്ഥിതി സംഹാര ലീലകൾ ഈ പ്രവൃത്തികൾ നിത്യം അനുസരിപ്പാനുള്ളരായവരാ ഈ ത്രയവർണികൾ ഇത്രയം 3. അപ്പോൾ ഈ രീയൊക്കെ എനിക്ക് വരുന്നില്ല വായിൽ. അപ്പോൾ നിത്യം ഇവർ അനുസരിപ്പാനുള്ളവരാണ് ഈ ഞങ്ങൾ മൂവരും, ബ്രഹ്മാവും ഈ ഭഗവാൻ നാരായണനായിട്ട് വന്ന മഹാവിഷ്ണു നാരായണനും ഈ പരമശിവനും. ഈ മൂവരും ഇവിടെ മായ കൊണ്ട് 3 ഗുണങ്ങളോടുകൂടി വന്നവരാണ്. രജോ ഗുണം എടുത്ത് ബ്രഹ്മാവും, സാത്വികം എടുത്ത് ഞാൻ അത് പരമാത്മാവായ നാരായണനും, പിന്നെയോ തമോ ഗുണമെടുത്ത് പരമശിവനുമായിട്ട് മായ കൊണ്ട് ഈ ഗുണം ത്രയം 3 ഗുണങ്ങളോട് ഇവിടെ വന്നതാണ്. അതാണ് ദൃഢം. നിത്യം ഇത് അനുസരിപ്പാൻ. എന്താണ് അനുസരിക്കുക? വർക്ക് ചെയ്യുക, ജോലി ചെയ്യുക. എന്താണ് ജോലി? സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും. ആരൊക്കെ ചെയ്യുന്ന ഇവർ മൂവരും. അതാണ് നിത്യം ഇത് അനുസരിപ്പാൻ ഉള്ളരായി. അതിനു വേണ്ടി ഞങ്ങളിവിടെ വന്നതാണ്, അവതരിച്ചതാണ്. ഈ ത്രയവർണികൾ 3 പേരും വർണികൾ ഒന്ന് തന്നെ ദൃഢം. ഇവർ ഒന്നാണ്. ഭഗവാൻ നാരായണൻ ഈ അഹങ്കാരിയായ ദക്ഷനോട് വിളിച്ചു പറഞ്ഞു, ദക്ഷ പ്രജാപതി ഇത് കേൾക്കൂ, മനസ്സിലാക്കൂ. ഈ ത്രയം 3 ഗുണങ്ങളോടുകൂടി വന്ന ഞങ്ങൾ മൂവരും നിന്നിലിരിക്കുന്ന ആ പരമാത്മാ ചൈതന്യ സ്വരൂപം തന്നെയാണ്, ഏകനാണ്. ഞങ്ങൾ മൂവരും ഒന്ന് തന്നെയാണ്. ചിത്ത വികല്പമുണ്ടാകോല മേലിൽ എന്നിത്തം അരുൾ ചെയ്തു പത്മനാഭൻ പരൻ. ഇനി മേലിൽ ഇങ്ങനെയുള്ള വികല്പങ്ങൾ ചിത്തത്തിൻ്റെ മനസ്സിന് വേറുകൃത്യം ഉണ്ടാകരുത്. ഇത് നീ മനസ്സിലാക്കണം. ഞങ്ങൾ മൂവരും ഒന്ന് തന്നെയാണ്. ഇവിടെ വേറുകൃത്യം കാണിച്ചു. മഹാവിഷ്ണുവിനെ ധ്യാനിക്കുമ്പം പരമേശ്വരൻ വന്നാൽ കണ്ടുകൂടാ. അത് വേറെയാണ്, ഇത് വേറെയാണ്, മറ്റത് വേറെയാണ്. എങ്ങനെ തരംതിരിക്കുന്നത് പാടില്ല. ഇനി മേലിൽ ഇങ്ങനെയുള്ള ചിത്തം നിന്റെ ഉള്ളിൽ ഇതുണ്ടാകരുത്. ചിത്ത വികല്പം ഉണ്ടാകില്ല മേലിൽ എന്നിത്തം അരുൾ ചെയ്തു പത്മനാഭൻ പരൻ സത്വൻ വൈനതേന സാഗം. അതായത് ഗരുഡനാണ് ഭഗവാന്റെ വാഹനം. അങ്ങനെ സത്വനും വൈനദേശ ഗരുഡനെ സാഗം പുനരെത്രയും വേഗാൽ മറഞ്ഞ് അരുളിടിനാൻ. അങ്ങനെ ഭഗവാൻ ഈ ഉപദേശങ്ങളൊക്കെ കൊടുത്തു. ഇത് ആർക്ക് വേണ്ട ഉപദേശങ്ങളാണ്? നമുക്ക് വേണ്ടുന്നതാണ്. നമ്മളിത് നന്നായി മനസ്സിലാക്കി ധ്യാനിച്ച് അങ്ങനെയുള്ള മൂവരും ഈ ലോകത്തിൽ വന്ന ആ മൂവരും കൂടെ അത് തന്നെയാണ് നമ്മൾ ഓരോരോ അംശങ്ങൾ. ഇതെല്ലാം അപ്പോൾ ഇവിടെ ആരെങ്കിലും നീചനെന്നോ ഗുണവാനെന്നോ ദരിദ്രനെന്നോ കുബേരനെന്നോ നമുക്ക് തരംതിരിക്കാൻ പറ്റുമോ? ഇവിടെ എല്ലാവരും ഭഗവാൻ ഒന്നുപോലെ തന്നെയാണ്. നമ്മളെല്ലാവരും അതിൻ്റെ അംശങ്ങളാകുമ്പം അവിടെ ഈ മൂവരും അവരും 3 ഗുണങ്ങളാണ്. സാത്വികവും രാജസവും താമവും ഒക്കെയാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ തന്നെയാണ്. നമുക്കും ഈ ഗുണങ്ങളെല്ലാം ഉള്ളവരാ. ചിലർക്ക് കൂടിയിരിക്കും, ചിലർക്ക്. പക്ഷേ ഇവിടെ ആരും തന്നെ അന്യവരില്ല എന്ന് മനസ്സിലാക്കണം. ഇവിടെ എല്ലാവർക്കും ഭഗവാൻ വായു ശ്വസിക്കാൻ കൊടുക്കുന്നു. അവിടെ തരംതിരിക്കുന്നില്ല. നദിയിലെ വെള്ളം സർവ്വ പൂച്ചയും പട്ടിയും, അതായത് ആനയും മൃഗങ്ങളും മനുഷ്യരും ബ്രാഹ്മണനെന്നോ ചണ്ടാളെന്നോ ഒന്നുമില്ല. സർവ്വേർക്കും കുളിക്കാം, കുടിക്കാം, എല്ലാം ചെയ്യാം. എല്ലാം അങ്ങനെ തന്നെ. മഴ സർവ്വേർക്കും പെയ്യിക്കുന്നു. അതുപോലെ സൂര്യപ്രകാശം എല്ലാവർക്കും ചൂട് കൊടുക്കും. എല്ലാം ഇങ്ങനെ ഭഗവാൻ തരംതിരിവില്ല ചെയ്യുമ്പോൾ മനുഷ്യർക്ക് എന്താണെന്ന് കണ്ട് പഠിച്ചുകൂടി. അതുകൊണ്ട് എത്രയും ഏകാൽ ഭഗവാൻ മറിഞ്ഞിട്ട് മറഞ്ഞ് അരുളിടിനാൻ. തദ്ദിശി നോക്കി വന്ദിച്ചു കൊണ്ടാരഥ രുദ്രാദികളായ സർവ്വജനങ്ങളും ദക്ഷനും വിച്ഛിന്നമായ യാഗം മുഹുരക്ഷണം പ്രായശ്ചിത്തം ചെയ്തു ശേഷവും ചിത്തം തെളിഞ്ഞു ചെയ്ത് സമാപ്തിയും കൃത്വാദി ഭക്തിയാ നിരന്തരം തൽഫലം സിദ്ധിച്ച അവഭൃത സ്നാനവും പിമ്പവർ കൽപ്പിച്ച വണ്ണം കഴിച്ച് ഇരുന്നിടിനാൻ. അവർ മുടങ്ങിയതെല്ലാം ശരിക്കും അതിനെ മുടക്കമെല്ലാം മാറ്റി എല്ലാം ചെയ്ത് അങ്ങനെ ഇരുന്നു. അങ്ങനെ യാഗം കഴിച്ചവൻ തന്മകളങ്ങ് ദഹിച്ച സീതാ പരമേശ്വരി. നേരത്തെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ചല്ലോ, ദേവിയെ ചെന്നവൻ അപമാനിച്ചത് കാരണം അഗ്നിയിൽ ദഹിച്ച ആ സതി പരമേശ്വരി എന്ത് ചെയ്തു? പിന്നെ തുഷാരാത്രി നന്ദനയായി ചമഞ്ഞന്ന് ഉമാദേവി എന്നുള്ള നാമത്തോടും പിന്നെ അതിൽ പർവ്വതപുത്രിയായി ഹിമവൽ പുത്രിയായി ഉമാദേവി എന്ന നാമത്തോടുകൂടി ചെന്നു മഹേശ്വരൻ തൻ പ്രിയയായി വന്നു ചേർന്നുകൊണ്ടാൾ അഖിലേശ്വരി. പിന്നെ അപ്പം ആ സതീദേവി തന്നെയാണ് ഉമയായിട്ട് ഹിമവൽ പുത്രിയായിട്ട് അവതരിച്ചിട്ട് ഭഗവാൻ പരമേശ്വരൻ്റെ കൂടെ കൂടി ഉമാദേവി എന്നുള്ള നാമത്തിൽ ഈ സതീദേവി തന്നെയാണ് പുനർജനിച്ച് ഉമാദേവിയായിട്ട് ഭഗവാന്റെ
പാർവതിയെന്നും ഉമയെന്നും ഗൗരിയെന്നും സതീന്നൊക്കെ പേര് അതുകൊണ്ടാണ്. എല്ലാ പേരും ഈ ഒരേ ഒരു പരാശക്തിയാണ്. ആ ലോകമാതാവായ പരാശക്തിയുടെ അംശ അവതാരങ്ങളാണ് ഈ ദേവിമാരെല്ലാം. എത്രത്തോളം ദേവിമാർ ഏതെല്ലാം അമ്പലത്തിലെല്ലാം നമ്മൾ വെച്ച് പൂജിച്ചാലും ഇതെല്ലാം മഹാമായ ഭഗവതി പരാശക്തി ഒരേ ഒരു അമ്മ തന്നെയാണ് ലോകമാതാവ്. ആ ലോകമാതാവും അങ്ങനെയുള്ള ലോകപിതാവും ഏകം ഒന്നാണ്. അതിന് നമ്മൾ കാണുന്നത് എന്താ പറയുക, ശിവശക്തി. അതിൽ തന്നെ ഉള്ളതാണ് നമ്മൾ ഇവിടം വരെ എല്ലാ ജീവജാലങ്ങളും. ഇതെല്ലാം ഏകമായ പരമാത്മാവൻ്റെ ആണ്. അത് നമ്മൾ മനസ്സിലാക്കി. എല്ലാവർക്കും നമസ്കാരം. ഇത് എത്രയും മനസ്സിലാക്കി നമുക്ക് പ്രാർത്ഥിച്ച് ഇത് ഈശ്വരനോട് ചേർന്ന് നമ്മളും നമ്മുടെ ഉള്ളത്തിലെ ദക്ഷനെ മാറ്റണം. നമുക്കുള്ള അഹങ്കാരങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം കഴുകി കളഞ്ഞല്ലാതെ ഭഗവാനെ ലയം പ്രാപിപ്പാൻ പറ്റില്ല. നമുക്കും ഉണ്ട് നമ്മുടെ മണ്ഡലത്തിൽ ഇരിക്കുന്ന പരമാത്മാ സ്വരൂപം സത്യസ്വരൂപനെ നമുക്ക് ലയിക്കണ്ടേ. ആത്മാവിൽ ലയം പ്രാപിച്ച് ആനന്ദം അനുഭവിക്കുന്നതാണ് പരമാത്മ ചൈതന്യം നമ്മളിലെല്ലാം വർത്തിക്കുന്നത്. അത് നമുക്കും അങ്ങനെ ആയിത്തീരണം. അതുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും അങ്ങനെ ആവുക. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.